ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണൂർ നഗരത്തിലെ ചില ഭാഗത്ത് റോഡുകൾ നമുക്ക് നോക്കാം. എന്താ അവസ്ഥ അത് കണ്ടു നോക്ക്. നമ്മളെ റോഡിൻ്റെ അവസ്ഥ കണ്ടു നോക്കാനില്ല. കണ്ണൂർ നഗരത്തിൽ വരുന്നവരും പോകുന്നവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റോഡിൻ്റെ അവസ്ഥ. ഇത്രയും മാസങ്ങളും കാലങ്ങളുമായിട്ട് അധികാരികൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല. എന്താണ് കാരണം? എന്തിനാണ് ഇങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്? നോക്കൂ, റോഡിൻ്റെ അവസ്ഥ നോക്കൂ, നടപ്പാതയുടെ അവസ്ഥ നോക്കൂ. ഇതിലേക്കൂടി നടക്കാനുള്ള വഴിയില്ല. റോഡിലേക്കൂടി വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സഞ്ചാര യോഗ്യമല്ലാത്ത റോഡുകളും. ഇപ്പോൾ മഴ പെയ്തതിന് ശേഷമുള്ള കുളങ്ങളാണ് ഈ കാണുന്നത്. വേണ്ടിക്ക് നമുക്കെല്ലാവർക്കും കുളിക്കാം. പ്രത്യേകിച്ച് കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് അതിൻ്റെ അകത്ത് കുളിക്കാം. ചൂടുള്ള സമയങ്ങളിൽ കുളിക്കാം. വെള്ളം ഒഴിച്ച് ആ കുഴികളിൽ നല്ല വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് നിന്ന് നീന്തി കുളിക്കാം. അങ്ങനെ കുളിക്കാൻ പാകത്തിലുള്ള കുഴികളാണ് റോഡ് കണ്ണൂർ നഗരത്തിലുള്ളത്. വളരെ വളരെ ദുർഘടം പിടിച്ച പാതയാണ് കണ്ണൂർ നഗരത്തിൽ. വാഹനത്തിന് മെയിൻ്റനൻസ് ആകാൻ വർക്ക്ഷോപ്പ് അവർക്ക് ജീവിക്കാം. കാരണം എന്താ? വണ്ടിക്ക് ഇങ്ങനെ പണി വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ വർക്ക്ഷോപ്പ് പോകും. അപ്പോൾ എല്ലാവർക്കും ഉപയോഗമാണ് ഇതേപോലെയുള്ള റോഡുകൾ. പിന്നെ ഈ ചെമ്പ് പാത്രം ഈ റോഡുകൾ നിറഞ്ഞൊഴുകിയാണ്. ചെമ്പ് പാത്രം അതിൻ്റെ ഇപ്പുറം ഇതാ സ്വിമ്മിംഗ് പൂളും. പല തരത്തിലാണ്, പല മോഡലുകളിലാണ് സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വേണം നമുക്ക് വാഹനങ്ങളെടുത്ത് സഞ്ചരിക്കാൻ. ഈ ചെറുവാഹനങ്ങൾക്കോ പ്രശ്നമുള്ളൂ, വലിയ വാഹനങ്ങൾക്കൊന്നും പ്രശ്നമില്ല. നോക്കൂ, ഈ കുഴിയെല്ലാം നോക്കൂ നിങ്ങൾ. ഇതിലേക്കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കഷ്ടത്തിലാണ്. ഈ റോഡിലേക്കൂടി തന്നെ ഒരു 10 പ്രാവശ്യം ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വർക്ക്ഷോപ്പിൽ കയറ്റിയിടേണ്ട അവസ്ഥയാണ്. നടപ്പാതയില്ല നേരാവണ്ണം. ചില സ്ഥലങ്ങളിൽ നടപ്പാത ഉണ്ട്. അതിപ്പോൾ ടൈൽസെല്ലാം പൊളിച്ച് മാറ്റി പുതിയതാക്കി അതിൻ്റെ സൈഡെല്ലാം കെട്ടി, നല്ല കാര്യം തന്നെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട സ്ഥലങ്ങളിലൊന്നും അധികാരികൾ കാണുന്നില്ല, അതിന് നടപടിയെടുക്കുന്നില്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പഴയ സ്റ്റാൻഡിൽ നിന്ന് അണ്ടർ ബ്രിഡ്ജ്, അതിൻ്റെ സൈഡിലുള്ള വഴിയില്ലേ, ഫുട്പാത്ത്, അവിടെ ടൈൽസെല്ലാം ഇട്ട് സൈഡെല്ലാം കെട്ടി ചെയ്യേണ്ടതാണ്. കാരണം ആ സൈഡിൽ നടക്കാൻ വീതി കുറവാണ്. എത്രയോ ജനലക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിനം പ്രതി രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഏത് സമയത്തും നടന്നു പോകുന്നതാണ്. അപ്പോൾ ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ റോഡുമേലായി പോകും, അണ്ടർ ബ്രിഡ്ജിൻ്റെ താഴെ. അപ്പോൾ അവിടെയെല്ലാം വന്ന് ടൈൽസെല്ലാം ഇട്ട് നല്ലൊരു നടപ്പാതയാക്കി വെക്കേണ്ടത്. പക്ഷേ അധികാരികൾ അത് കണ്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിക്കുക. പിന്നെ മറ്റൊരു കാര്യം കണ്ടോ, ഓവുചാലെല്ലാം നിർമ്മിക്കുന്നത് ഈ അവസാന ഘട്ടത്തിലാണ്. എന്തൊരു വിരോധാഭാസം നോക്കൂ. പ്രത്യേകിച്ച് മഴ നിൽക്കാത്ത കാലഘട്ടം. ചെമ്പ് പാത്രാങ്ക അതിൻ്റെ സൈഡിൽ. എനിക്കിത് കണ്ടിട്ട് തന്നെ വല്ലാത്തൊരു എന്താ പറയണ്ടേ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ. അധികാരികൾ ഇങ്ങനെ എത്തിക്കുന്നല്ലോ പരസ്പരം. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിക്കുക. നോക്കൂ, കണ്ടോ, ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ചെമ്പ് പാത്രമുണ്ട്, അവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. നോക്കൂ, ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുളിക്കാം. അത്രയും പാകത്തിനുള്ള കുഴികളാണ് ഇവിടെ. ചെമ്പ് പാത്രം പിന്നെ റോഡിനെക്കാട്ടും ഉയർന്ന നിലയിലാണ് ചെമ്പ് പാത്രം ഉള്ളത്. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മുടെ കണ്ണൂർ നഗരത്തിലുള്ള മിക്ക റോഡുകളും. ഇത് മറ്റൊരു കുഴി, ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ആ മാപ്പ് പോലെയുണ്ട് കാണുമ്പോൾ. ഇതിലും ഈ പറഞ്ഞ പോലെ നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീന്തി കുളിക്കാം. അതുകൂടാതെ മനുഷ്യൻ തന്നെ ചെയ്തു കൂട്ടുന്ന വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് റോഡ് സൈഡിലും റോഡിലും ഒക്കെ വലിച്ചെറിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളെ പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അത് ചെയ്യില്ല, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അത് നമ്മളെല്ലാവരും സ്വയം നന്നാവണം അല്ലേ, എന്നാലല്ലേ അതിനൊരു പ്രാധാന്യമുള്ളൂ. ചെമ്പ് പാത്രം നോക്കൂ. അതുപോലെ തന്നെ ഇൻ്റർലോക്കിട്ട് പല ഭാഗങ്ങളും ഇളകിയിട്ടുണ്ട്. അത് സ്കൂട്ടർ യാത്രക്കാർക്ക്, ഓട്ടോറിക്ഷ യാത്രക്കാർക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർക്ക്
എല്ലാവർക്കും നടുവിനും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്കും വാഹനത്തിനും കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതൊക്കെ ആരോട് പറയുക, ആര് കേൾക്കാൻ? അപ്പോൾ ആര് കേൾക്കാൻ, ആരോട് പറയാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുക. ഈ ഒരു കുഴി കണ്ടോ, ഇത് വലിയ കുഴിയാണ്. രാത്രിയോ പകലോ എപ്പോഴും ആയിക്കോട്ടെ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുഴിയിലാണ് സ്കൂട്ടർ വീഴുക. സ്കൂട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഡേഞ്ചറായി പോകും. ഇതെല്ലാം കണ്ടോ, ഈ ചെമ്പ് പാത്രത്തിൻ്റെ വേറൊരു രൂപമാണ്. ചെമ്പ് പാത്രം ഒരുപാടുണ്ട്, പൂക്കളിട്ട പോലെയാണ് റോഡിൽ. കണ്ടോ, എന്ത് മനോഹരമായ ഭംഗിയിലാണ് ഈ ചെമ്പ് പാത്രം. റോഡിനെക്കാട്ടും ഉയർന്ന നിലയിലാണ് ഉള്ളത്. ഇതിലേക്കൂടെ എല്ലാം കയറി ഇറങ്ങുമ്പോൾ ഓട്ടോറിക്ഷയുടെ അവസ്ഥ പറയാതിരിക്കുക നല്ലത്. അതുപോലെ തന്നെ ഡ്രൈവർക്കും യാത്രക്കാർക്കും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മിതിയാണ് അപാകത. ഇതാ മറ്റൊരു കുഴിയുണ്ടോ, ഇൻ്റർലോക്കെല്ലാം അമർന്ന് താണു. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, ഇതാണ് കണ്ണൂർ നഗരത്തിലെ ഏതാണ്ട് എല്ലായിടത്തും ഉള്ള റോഡിൻ്റെ അവസ്ഥ. അപ്പം നിങ്ങളിത് അധികാരികളിൽ എത്തിക്കുക, എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. കാരണം ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്, സ്കൂട്ടറും ഓട്ടോറിക്ഷകളും എല്ലാം പല പല അപകടങ്ങളാണ്. വാഹനത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഈ ടാർ ചെയ്യാത്ത റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൊന്ന് എത്രയും പെട്ടെന്നൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് അധികാരികളിലേക്ക് എത്തിക്കുക, അത്രയേ പറയാനുള്ളൂ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇൻ്റർലോക്ക് ചെയ്തത് വരെ റോഡ് വരെ ഇളകി ചെമ്പ് പാത്രം പോലെ പൊന്തി നിൽക്കുന്ന സംഭവം വേറെയുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അധികാരികളിലേക്ക് എത്തിക്കുക, അത്രയേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് അവർ ഇത് കണ്ടിട്ട് നമുക്ക് ചെയ്തു തരട്ടെ എന്ന് വിശ്വസിക്കാം, അല്ലേ? ഓക്കെ.